ഗിരിജ ഇപ്പോൾ ദുർഗയെ എന്ന് പറഞ്ഞ് വിളിച്ച് ദുർഗയെ വിളിച്ച് വരുത്തുന്നുണ്ട്. ഇവൾക്ക് എന്ത് ജോലിയാണെന്ന് ഇവൾ പറഞ്ഞത് എന്നിങ്ങനെ അവൾ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ഗിരിജ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയ്, അല്ലാതെ നാടകം കളിക്കാതെ എന്ന് പറയുന്നു. ഇത് കേട്ട് ഗിരിജ പറയുന്നുണ്ട്, നാടകം കളിക്കുന്നത് ഇവള് ഈ മിണ്ടാപ്പൂച്ച എന്ന് പറഞ്ഞ് ദുർഗയെ കാണിക്കുന്നു. ഇവള് പഠിച്ച കള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ. ഇപ്പോൾ ഞാനത് തെളിവ് സഹിതം എല്ലാവരെയും ബോധ്യപ്പെടുത്താം. ഇവൾ ഇവിടെ നിന്നും സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോകുന്നത് പിള്ളേരെ പഠിപ്പിക്കാനൊന്നുമല്ല, വേറെ എന്തോ പണിക്കാ. ഞാൻ പറഞ്ഞത് സത്യമാണ് നാത്തൂനെ. ഇവളുടെ അലമാരിയിൽ തോക്കുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, തോക്കോ എന്ന്. അതെ, തോക്ക്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, ഞാൻ പറയുന്നത് നുണയാണെന്ന് എന്നൊക്കെ ഗിരിജ ഇങ്ങനെ പറയുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവർ പറയുന്നത് നുണയാണെന്ന് പറയുന്ന മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അപ്പച്ചി പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന്. ഉടനെ ഗിരിജ പറയുന്നു, ഇവൾ പറയുന്നത് നുണയാണ്, ഇവളുടെ അലമാരി തോക്കുണ്ട് എന്ന് തന്നെ പറയുന്നു. മതി, നിർത്ത്. ഇതുവരെ ഞാൻ ഒന്നും മിണ്ടാതെ നിന്ന് കേട്ടു. ഇനി ഇവളെക്കുറിച്ച് ഒന്നും പറയരുത് എന്നൊക്കെ ദുർഗയുടെ അച്ഛൻ പറയുന്നു.